ടാബോയിലെ തണുത്തുറഞ്ഞ പ്രഭാതം. -ഡിഗ്രിയാണ് താപനില. കൊടും തണുപ്പിൽ ഹോട്ടലിന് സമീപ പ്രദേശത്തുള്ള ആപ്പിൾ തോട്ടങ്ങളിലേക്കായിരുന്നു അന്നത്തെ ആദ്യ യാത്ര. പ്രകൃതിയുടെ സൗന്ദര്യം അടുത്തറിയാൻ കഴിഞ്ഞ ഏതാനും ദിനങ്ങൾ. മെയ് മാസമായതിനാൽ ആപ്പിൾ മരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും വിളവെടുപ്പ്. ആപ്പിൾ തോട്ടങ്ങളിൽ തേനീച്ചകളെ വളർത്താനുള്ള സജ്ജീകരണങ്ങളും കണ്ടു. ആപ്പിൾ മരങ്ങൾ പൂക്കുമ്പോൾ പരാഗണം കാര്യക്ഷമമായി നടക്കാനും വിളവ് വർദ്ധിപ്പിക്കാനും കർഷകർ സ്ഥാപിച്ച തേനീച്ചപ്പെട്ടികളാണിവ. ഇതാണ് സ്പിറ്റി വാലിയിൽ സ്ഥിതി ചെയ്യുന്ന ടാബോ മൊണാസ്ട്രി. മൺകട്ടകൾ ഉപയോഗിച്ച് പരമ്പരാഗത ശൈലിയിലാണ് ഇതിന്റെ ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബുദ്ധമത സംസ്കാരത്തിന്റെ ഒരു സുന്ദര പ്രതീകം. പുരാതന കാലത്ത് ബുദ്ധ സന്യാസിമാർ ആത്മീയ അനുഷ്ഠാനങ്ങൾക്കായി ആശ്രയിച്ചിരുന്ന ടാബോ ഗുഹകളിലേക്കാണ് ഇനിയുള്ള യാത്ര. മലഞ്ചെരിവുകളിലെ കല്ലുപാകിയ ഇടുങ്ങിയ നടപ്പാതയിലൂടെ മുകളിലേക്ക് കയറി. അവിടെ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ടാബോ ഗ്രാമം ഒന്നടങ്കം കാണാനായി. 600-ൽ താഴെ മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ. വഴിയരികിൽ മൺചുവരുകളും തടിയുടെ തൂണുകളും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ മറ്റൊരു നിർമ്മിതിയും ഞങ്ങൾ കണ്ടു. അതിശൈത്യത്തിൽ നിന്നും കാറ്റിൽ നിന്നുമൊക്കെ രക്ഷ നേടാൻ സന്യാസിമാർ അഭയം പ്രാപിച്ചിരുന്നത് ഇവിടെയായിരുന്നു അത്രേ. അങ്ങ് ദൂരെ ടാബോ ഗുഹകൾ മൺകൂനകൾ പോലെ ഞങ്ങൾക്ക് കാണാനായി. മണ്ണും ചെറിയ കല്ലുകളുമെല്ലാം ഉറച്ചു രൂപപ്പെട്ട ഈ ഗുഹകൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബുദ്ധ സന്യാസിമാരുടെ ധ്യാന കേന്ദ്രങ്ങളായിരുന്നു. അവിടുത്തെ ശാന്തമായ അന്തരീക്ഷം ഞങ്ങളിലും ഒരു ആത്മീയാനുഭൂതി നിറച്ചു. കുറേ സമയം അവിടെ ചിലവഴിച്ച് ഞങ്ങൾ താഴോട്ടിറങ്ങി. അടുത്ത ലക്ഷ്യം ധൻകർ മൊണാസ്ട്രിയാണ്. ടാബോ പാലവും കടന്ന് സഞ്ജയ് ഭയ്യയുടെ വണ്ടി മുന്നോട്ട് കുതിച്ചു. ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ധൻകർ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. 2014-ൽ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഫലകത്തിൽ ഗ്രാമത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായി താമരപ്പൂവിന്റെ ആകൃതിയാണ് ഗ്രാമത്തിനുള്ളത്. താമര ഇതളുകൾ പോലെ മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമം. ഇവിടുത്തെ പ്രധാന ആകർഷണം ധൻകർ കോട്ടയും മൊണാസ്ട്രിയുമാണ്. ഇവ രണ്ടും സന്ദർശിച്ച ശേഷം ഞങ്ങൾ കീ ഗ്രാമത്തിലേക്ക് തിരിച്ചു. സ്പിറ്റി വാലിയിലെ ഏറ്റവും വലിയ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. അതിഥി ദേവോ ഭവ. കീ മൊണാസ്ട്രിയിൽ എത്തിയപ്പോൾ ഈ വരികളുടെ യഥാർത്ഥ അർത്ഥം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. ഇവിടെ എത്തുന്ന സന്ദർശകർക്കെല്ലാം ഊഷ്മളമായ സ്വീകരണമായിരുന്നു കീയിലെ അന്തേവാസികൾ നൽകിയത്. ഇവിടെ ഞങ്ങൾ ആദ്യം പരിചയപ്പെട്ടത് ടെൻസിംഗ് എന്ന ബുദ്ധ സന്യാസിയെയാണ്. ഒരല്പം മലയാളമൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ സുഹൃത്ത് അവരുടെ ദിനചര്യയെക്കുറിച്ചൊക്കെ ഞങ്ങളോട് വിശദീകരിച്ചു. അവർ ഞങ്ങൾക്ക് ഹെർബൽ ചായയും പ്രസാദവും ഒക്കെ നൽകി. ഭൗതികമായ ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞ് വർഷങ്ങളായി ഈ ആശ്രമത്തിൽ ലളിത ജീവിതം നയിക്കുന്ന ഈ സന്യാസിമാരെ ഞങ്ങൾ ആദരവോടെ കണ്ടു. ഞങ്ങൾ കൗതുകത്തോടെ വീക്ഷിച്ച മറ്റൊരു കാഴ്ചയുണ്ട്. എന്തെന്നല്ലേ, ഇത് കണ്ടോ? ഇവിടെ താമസിച്ച് മതപരമായ വിദ്യാഭ്യാസം നേടുന്ന കൊച്ചു ലാമമാരാണിവർ. കുഞ്ഞുനാളിലെ മാതാപിതാക്കളെയൊക്കെ പിരിഞ്ഞ് ആത്മീയ വഴികളിലൂടെ സഞ്ചരിക്കാൻ നിയോഗിക്കപ്പെട്ടവർ. ഇപ്പോൾ ഉച്ചഭക്ഷണ സമയമാണ്. ഭക്ഷണത്തിന് മുൻപുള്ള പ്രാർത്ഥനയാണ് കേൾക്കുന്നത്. കീ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സമയം 6:30 കഴിഞ്ഞു. അന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചു. തൊട്ടടുത്ത ദിവസം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങൾ കാണാമെന്ന പ്രതീക്ഷയോടെ.